ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സദഖ് 37. ഔ ബിതഖ്ദീമിൻ വതഅഖീരിൻ ഔ ഇൻകാനത്തിൽ മുഖാലഫത്തു. നമ്മൾ തഅനിന്റെ അസ്ബാബുകൾ പറഞ്ഞപ്പോൾ മുഖാലഫത്തു റാവി പറഞ്ഞിരുന്നു. അത് മുഖാലഫത്ത് പല രീതിക്ക് വരുന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഇനി അവിടെ മുഖാലഫത്ത് ആയാൽ ബി തഖ്ദീമിൻ വ തഅഖീരിൻ, തഖ്ദീം തഅഖീർ കൊണ്ടായാൽ ഐ ഫിൽ അസ്മാകളിൽ സനദിലുള്ള പേരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്ദീം തഅഖീർ കൊണ്ടാണ് മുഖാലഫത്ത് വരുന്നതെങ്കിൽ, ഏതുപോലെയൊക്കെ മുറത്ത് ബിൻ കഅബ് വ കഅബ് ബിൻ മുറ എന്ന് ഉള്ളതുപോലെ അവിടെ അന്ന ഇസ്മ അഹദിഹിമ, രണ്ടിലൊരാളുടെ പേര് ഇസ്മു അബിൽ ആഖരി, മറ്റേ ആളുടെ വാപ്പയുടെ പേരാണ്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, മാറ്റി പറഞ്ഞു. ഇങ്ങനെ തഖ്ദീം തഅഖീറും വന്നു. അങ്ങനെ മുഖാലഫത്തായാൽ ഫഹാദാ ഹുവൽ മഖ്ലൂബു, ഇങ്ങനെ തഖ്ദീമും തഅഖീറും എത്തിക്കപ്പെടുന്ന ഈ ഹദീസിന് സനദിൽ ഇങ്ങനെ തഖ്ദീമും തഅഖീറും വരുന്ന ഹദീസിന് പറയുന്ന പേരാണ് അൽ മഖ്ലൂബു. അതിന് മഖ്ലൂബായ ഹദീസ് എന്നാണ് അതിന് പേര് പറയുക. വലിബ് ഖത്തീബ് അബൂബക്കർ ബഗ്ദാദി തങ്ങൾ കണ്ട് എന്ത് ഫീഹി, ഈ വിഷയത്തിൽ കിതാബുൻ, ഒരു കിതാബുണ്ട്. എന്താ, റാഫിഉൽ ഇർത്തിയാബ് എന്ന പേരുള്ള ഒരു കിതാബ് മഹാനവറുകൾക്കുണ്ട്. വഖദ് യഖഉൽ ഖൽബു, ഈ ഖൽബ്, ഇപ്പൊ ഇതിന് മഖ്ലൂബ് എന്നാണല്ലോ പറഞ്ഞത്. ഈ ഖൽബ് ചിലപ്പോ ചുരുക്കത്തിൽ സംഭവിക്കും എവിടെ, ഫിൽ മത്തിനി, ഹദീസിന്റെ മത്തിനിൽ തന്നെ ഇത് സംഭവിക്കും. അയ്യൻ വീണ്ടും ഏതുപോലെ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസ് പോലെ ഇന്ത മുസ്ലിം റളിയല്ലാഹുവിന്റെ അടുക്കലുള്ള ഹദീസ്, ഈ സബഅത്തിൽ ലദീന യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി അർശിഹി എന്ന ഹദീസിൽ, അള്ളാഹു അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗത്തെ പരാമർശിക്കുന്ന ഹദീസിൽ ഫീഹി, അപ്പോ ഈ പറഞ്ഞ ഹദീസിൽ ഉണ്ട് എന്ത്, വറജുലുൻ തസദ്ദഖ ബി സദഖത്തിൻ, ഒരു മനുഷ്യൻ അവനൊരു സദഖ ചെയ്തു, ധർമ്മം ചെയ്തു, എന്നിട്ട് അഖ്ഫ, അതിനെ അവൻ മറച്ചു വെച്ചു, അത്താല തഅലമ യമീനുഹു മാ തുൻഫിഖു ശിമാലുഹു, അവന്റെ വലത് കൈ അറിയാത്ത നിലയ്ക്ക്, എന്തിനെ, ഇടത് കൈ ചെലവഴിച്ചതിനെ എന്ന് ഇങ്ങനെ ഈ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. ഫഹാദ, ഈ പറഞ്ഞ ഈ ലഫ്ള്, അത് മിമ്മൻ ഖലബ അല അഹദി റുവാത്തി, റാവികളിൽ നിന്ന് ഒരാളുടെ മേൽ എന്താണ് ഇൻഖിലാബായതിന് ഖൽബ് വന്നതാണ്. കാരണം ഇന്നമാ ഹുവ, അവിടെ ഉള്ള എങ്ങനെയാണ്, ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു എന്നാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഈ മത്തലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖൽബ് വന്നു, മുന്തിക്കലും ബിന്ദിക്കലും വന്നു. അതുപോലെ അത്തല തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു എന്നാണ് ഹദീസിൽ ഉള്ളത്. കമാഫി സഹീഹൈനി ഉള്ളതുപോലെ, ബുഖാരിയുടെയും അതുപോലെ തന്നെ മുസ്ലിമിന്റെ ചില തുർക്കിൽ ആണ്, ഈ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ തുർക്കിൽ എന്താണ് ഖൽബായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ കമാഫി സഹീഹൈനി എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ റിവായത്തിൽ അങ്ങനെയില്ല. വേറെ ചില മുസ്ലിമിന്റെ ചില തുർക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. എന്ത്, തല താലമു ഷിമാലുഹു മാ തുൻഫിഖു യമീനുഹു എന്ന് വന്നിട്ടുണ്ട്. ബുഖാരിയിൽ ഇങ്ങനെ തന്നെ ഉണ്ട്. ഇനി അവിൻകാനത്തിൽ മുഖാലഫത്തു, അല്ലെങ്കിൽ ഇനി ഈ മുഖാലഫത്ത് ആയാൽ ബി സിയാദത്തി റാവിൻ, ഒരു റാവിയെ കൂട്ടിക്കൊടുക്കലുണ്ടാണ്. എവിടെ, ഫി അസ്നാഇൽ ഇസ്നാദി, ഇസ്നാദിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഒരു റാവി വന്നു. ഏത് നിലയിൽ, വമല്ലം യസിദ്ഹ, ആ റാവിയെ സിയാദത്താക്കാത്ത ആള് അത്ഖനു മിമ്മൻ സാദഹ, ആ ജാസ്തിയാക്കിയ ആളെക്കാൾ എന്താണ് ഏറ്റവും കൂടുതൽ ഇത്ഖാനുള്ള ആയി. അങ്ങനെ ഈ സിയാദത്താക്കിയ ആളെക്കാൾ എന്താണ് ഇത്ഖാനുള്ള ആളാണ് സിയാദത്താക്കാത്ത റാവി. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഈ സനദിന്റെ ഇടയിൽ ഒരു റാവിയെ സിയാദത്താക്കി കൊടുത്താൽ ഫഹാദാ ഹുവൽ മസീദു ഫി മുത്തസിലി അസാനീദി, ആ ഇനത്തിനാണ് എന്ത് പറയുന്നത്, സനദ് മുത്തസിലായ സനദിൽ എന്താണ്
പിന്നെ ജാസ്തിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അൽ മസീദു ബി മുത്തസിൽ അസാനീദ് എന്നാണ് ഹദീസിന്റെ പേര്. മുത്തസിലായ സനദുകളിൽ എന്ത് ചെയ്യുക, റാവിയെ ജാസ്തിയാക്കി കൊടുക്കുക, അതൊരു ഇനമാണ്. അപ്പോൾ ഷെർത്തുഹു, അത് ഉറപ്പാകുന്നതിന്റെ തഹഖുഖാകുന്നതിന്റെ ഷെർത്താകുന്നത് തസ്രീഹു, അങ്ങനെ ജാസ്തിയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് തഹഖുഖാകുന്നതിനുള്ള ഷെർത്ത് തസ്രീഹു ബിസ്സമാഇ ഫി മൗളി സിയാദത്തി, ഈ സിയാദത്തിന്റെ മൗളിയിൽ പിന്നെ ആരുടെ ഈ ജാസ്തിയാക്കി കൊടുക്കാത്ത ആളുടെ പിന്നെ റിവായത്തിൽ ഇവിടെ ഈ സിയാദത്താക്കി കൊടുത്ത ആളുടെ മൗലി എത്തുമ്പോൾ അവിടെ എന്താണ് സമാ കൊണ്ട് തസ്രീഹാക്കി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സമാ കൊണ്ട് തസ്രീ പിന്നെ സംഭവിക്കണം. അപ്പോൾ അതാണ് എന്തെങ്കിലും ഇവിടെ ജാസ്തിയാക്കി കൊടുത്തു എന്ന് പിന്നെ ഉറപ്പാകുള്ളൂ. അതാണ് അതിന്റെ നിബന്ധന. അപ്പോൾ ഇല്ല, അങ്ങനെ സമാ കൊണ്ട് അവിടെ തസ്രീ ആക്കിയിട്ടില്ല എങ്കിൽ ഇപ്പൊ മത്താക്കാന, അപ്പോൾ മുഅൻഅനൻ, അപ്പോൾ ആ റാവി അവിടെ മുഅൻഅനായാൽ, അല്ലെങ്കിൽ ആ ഹദീസ് എന്താണ് മുഅൻഅനാക്കപ്പെട്ട ഹദീസ് ആയി കഴിയാം. മസലൻ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ മുദറജ്, അല്ലെങ്കിൽ മുഅൻഅന ആയാൽ അവിടെ ഇപ്പോൾ തുർജി അല്ലെങ്കിൽ തറജഹത്തി സിയാദത്തു, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അവിടെ ആ സിയാദത്തിനെ റാവിയാക്കപ്പെടും. അല്ലെങ്കിൽ തറജഹത്തി സിയാദത്ത് ഉള്ള റിവായത്ത് എന്താകും, അവിടെ പിന്നെ റാജിയാക്കപ്പെടും. ഇപ്പൊ പറഞ്ഞത് പിന്നെ ഈ സിയാദത്താക്കാത്ത റാവിയുടെ റിവായത്തിൽ ഈ സിയാദത്താക്കിയ ആളുടെ ആ മൗലിയിൽ അവിടെ എന്താണ് ഈ ഇടയ്ക്കൊരു റാവിയെ കൂട്ടിക്കൊടുക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കൂട്ടിക്കൊടുക്കാതെ തന്നെ മറ്റേ ആൾക്ക് സമാ അവിടെ സ്വരീഹാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഈ പിന്നെ കൂട്ടിക്കൊടുത്ത ആള് അപ്പൊ അവിടെ കൂട്ടിക്കൊടുത്ത ആണെന്ന് വ്യക്തമാവും, തഹഖുഖാവും. ഇനി അങ്ങനെ എന്ത് ചെയ്യില്ല, അവിടെ ആ റിയാത്താക്കാത്ത ആളുടെ റിവായത്തിൽ എന്തുണ്ടായിട്ടില്ല, അങ്ങനെ ശരിയായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിയായിട്ട് പറയാതെ ആകുമ്പോൾ സമാ ശരിയാതെ ആകുമ്പോൾ എന്താകും, പിന്നെ എങ്കിൽ മുഅൻഅനോ അല്ലെങ്കിൽ മുദറജോ ഒക്കെ ആവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ റിയാദത്ത് കൊടുത്ത ആ റിവായത്തിന് എന്ത് ചെയ്യും, റാജിയാക്കപ്പെടും. അതാണ് ആ പറഞ്ഞത്. ഇനി ഇൻകാനത്തിൽ മുഖാലഫത്തു, ഇനി മുഖാലഫത്ത് ആയാൽ ബി ഇബ്ദാലിഹി, ഈ റാവിയെ പകരമാക്കൽ കൊണ്ടാണ്. ഒരു റാവിക്ക് പകരം വേറൊരു റാവിയെ അവിടെ കയറ്റി അങ്ങനെ ഇബ്ദാലാക്കിയതാണെങ്കിൽ ഏത് നിലയ്ക്ക് വല മുറജിഹലി അഹദിർ റിവായത്തേനി, രണ്ട് റിവായത്തിൽ നിന്ന് ഒന്നിനെ എന്താക്കുന്നില്ല, റാജിയാക്കുന്നുമില്ല. റാജിയാക്കുകയാണെങ്കിൽ അപ്പോൾ റാജിനാണ് അതിന്റെ ഹുക്മ്. അപ്പൊ റാജിയാക്കുന്നതുമില്ല, പിന്നെ റാവിയെ ബദലാക്കിയിട്ടുണ്ട്, അല്ലല്ലോ ഉഖ്റ മറ്റേനേക്കാൾ റാജിയാക്കിയിട്ടുമില്ല. ഫഹാദാ ഹുവൽ മുൽത്തറബു, ഇതിന് ഈ ഇനത്തിനാണ് മുൽത്തറബായ ഹദീസ് എന്ന് പറയുന്നത്. വഹുവ, ഈ മുൽത്തറബ് യഖഉ, ഈ ഇത്റാബ് അത് സംഭവിക്കും ഫിൽ ഇസ്നാദി, ഇസ്നാദില് സംഭവിക്കും. ഓലിബിലും ഇസ്നാദിലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഈ ഇത്റാബ് സംഭവിക്കുന്ന റാവിയെ പകരമാക്കുക. പിന്നെ വഖദ് യഖഉ ഫിൽ മതനി, ചുരുക്കത്തിൽ എന്ത് ചെയ്യും, ഈ ഇത്റാബ് മത്തിലിന് സംഭവിക്കും. മത്തനിന്റെ ലഫ്ദില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. അങ്ങനെ മത്തില് ഈ ഇത്റാബ് ഖലീലായിട്ടാണ് സംഭവിക്കുക. ലാക്കിൻ ഖല്ല യഹ്കുമൽ മുഹദ്ദിസു, പക്ഷേ മത്തനിൽ ഇങ്ങനെ ഖലീലായിട്ട് സംഭവിക്കും എങ്കിലും മുഹദ്ദിസ് പിന്നെ ഹുക്കുമ് ചെയ്യൽ ഖലീലായി അലൽ ഹദീസി, ഹദീസിന്റെ മേല് ബിൽ ഇത്റാബി, ഇത്റാബ് കൊണ്ട് ഹുക്കുമ് ചെയ്യൽ ഖലീലായിരിക്കാണ്. എന്തിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട്, ബിൻ നിസ്ബത്തി ഇലൽ ഇഖ്തിലാഫി ഫിൽ മത്തിനി, മത്തിനിലുള്ള ഇഖ്തിലാഫിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് പിന്നെ അങ്ങനെ ഇത്റാബ് ഉണ്ട് എന്ന് ഹുക്കുമ് ചെയ്യൽ ഖലീലായിട്ടുണ്ട്. എന്താണ് അവിടെ അത് ലാക്കിനായിട്ട് പറഞ്ഞെന്തിനാണെന്നറിയോ, അത് ഖദിയഖൗഫിൽ മത്തിനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു മത്തിനിൽ ഇങ്ങനെ ഇത്റാബ് സംഭവിക്കൽ ഖലീലാണെന്ന് പറയുമ്പോൾ, അപ്പോ എന്നാല് മുഹദ്ദിസീങ്ങൾ അങ്ങനെ ഇത്റാബ് കൊണ്ട് പിന്നെ ഹുക്കുമ് ചെയ്തത് ധാരാളം ഉണ്ടാകുമോ എന്നുള്ളൊരു തോന്നൽ വന്നു പോകും. അപ്പൊ അതില്ല,
മത്തിനിൽ അങ്ങനെ ഖലീലാണെങ്കിലും മുഹദ്ദിസീങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ പിന്നെ ഹുക്കുമ് ഇത്റാബ് കൊണ്ട് ഹുക്കുമ് ചെയ്തതും വളരെ കുറവാണ്. അതാ കല്ലായ ഹുക്കുമ അൽ മുഹദ്ദിസു അലൽ ഹദീസ് ബിൽ ഇത്റാബി, ഈ ഇഖ്തിലാഫിലേക്ക് നോക്കിയിട്ട്. ദൂനൽ ഇസ്നാദി, ഇസ്നാദ് മത്തിനുള്ള ഇഖ്തിലാഫിലേക്ക് നിസ്ബ ചെയ്തിട്ടുണ്ട്. ദൂനൽ ഇസ്നാദി, ഇസ്നാദിലുള്ള ഇഖ്തിലാഫിലേക്ക് നിസ്ബ ചെയ്തിട്ടില്ല. ഇസ്നാദിലുള്ള ഇഖ്തിലാഫിലേക്ക് നിസ്ബ ചെയ്തിട്ടുണ്ട് മുഹദ്ദിസീങ്ങൾ അങ്ങനെ ഇത്റാബിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളമായിട്ട് ഹുക്മ ചെയ്തിട്ടുണ്ട്. മത്തിനുള്ള ഇഖ്തിലാഫിലേക്ക് നിസ്ബ ചെയ്തിട്ട് അങ്ങനെ ഇത്റാബിനെ ഹുക്മ ചെയ്യത് വളരെ കുറവാണ്. ഇനി വഖദ് യഖഉൽ ഇബ്ദാലു, ഇനി ചുരുക്കത്തിൽ എന്ത് ചെയ്യും, ഈ ഇബ്ദാല് സംഭവിക്കും. മത്തിനിലോ അല്ലെങ്കിൽ ഇസ്നാദിലോ ഉള്ള ഈ ഇബ്ദാല് ചുരുക്കത്തിൽ സംഭവിക്കും. അംദൻ, മനഃപൂർവ്വം തന്നെ സംഭവിക്കും. ആർക്ക്? ലിമൻ യുറാദു ഇഖ്തിബാറു ഹിഫ്ളിഹി, ലിമൻ ഒരാൾക്ക് വേണ്ടി, എങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഇബ്ദാല് സംഭവിക്കും. യുറാദു ഉദ്ദേശിക്കപ്പെടും, ഇഖ്തിബാറു ഹിഫ്ളിഹി ആ ഒരാളുടെ പിന്നെ ഹിഫ്ളിനെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടാൽ പെട്ട ഒരാൾക്ക് വേണ്ടി, അതായത് അയാളുടെ ഹിഫ്ള് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ടിയിട്ട് ഈ ഇബ്ദാല് മനഃപൂർവ്വം സംഭവിക്കും. അതാ ഇഖ്തിബാർ ഇബ്ലിഹി ഇംതിഹാനൻ മിൻ ഫാഇലിഹി, ആ ഈ ഇബ്ദാല് ചെയ്യുന്ന ആളിൽ നിന്ന് എന്താണ് പിന്നെ ഇംതിഹാനം നിലയ്ക്ക് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇബ്ദാൽ ഉണ്ടാകും. ഇഖ്തിബാറൻ നാശിയം മിൻ ഫാഇലിഹി, അതിന്റെ ഫാഇൽ നിന്നുണ്ടായ ഇഖ്തിബാരി പരീക്ഷണത്തിന് വേണ്ടി, മറ്റേ ആൾക്ക് ആ ഹിഫ്ളുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഏതുപോലെ കമാ വഖാലിൽ ബുഖാരി ഇമാമിനിക്ക് അങ്ങനെ സംഭവിച്ചതുപോലെ, അതുപോലെ വല്ല ഉഖൈലി വൈരിഹിമ അവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ആളുകൾ ചേർന്നിട്ട്, മുഹദ്ദിസീങ്ങൾ ചേർന്നിട്ട് ഹദീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇബ്ദാൽ ചെയ്തിട്ട്, അത് ബുഖാരി ഇമാമിന്റെ അടുക്കൽ നിന്ന് വായിച്ച സംഭവങ്ങളൊക്കെ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ബുഖാരി ഇമാം ആ സനദുകളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കറക്റ്റ് സനദും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് കാണാം. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവ ഷെർത്തുഹു, അങ്ങനെ ഈ ഇംതിഹാനിന് വേണ്ടി ഇബ്ദാലാക്കുമ്പോൾ അതിന്റെ ഷെർത്ത് എന്താ? അല്ലാ യസ്തമിറ അലൈഹി, അങ്ങനെ ഈ ഇബ്ദാലാക്കുന്ന ആ പണിയിന്മേൽ മുസ്തമിറാകാൻ പാടില്ല. ബൽ യന്തഹി, ആ ഇബ്ദാലാക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. ബിന്തിയാഹിൽ ഹാജത്തി, ആ ആവശ്യം അവസാനിക്കുന്നതോടുകൂടെ അതും എന്ത് ചെയ്യണം, അവസാനിക്കും. അത് മുസ്തമിറാകാൻ പാടില്ല. ഇനി ഫലോ വഖാൽ ഇബ്ദാലു അംദൻ, ഇനി മനഃപൂർവ്വം ഈ ഇബ്ദാല് സംഭവിച്ചാൽ, ലാലി മസ്ലഹത്തിന്, അതൊരു ശർഈയായ മസ്ലഹത്തിനൊന്നും വേണ്ടിയിട്ടല്ല, മനഃപൂർവ്വം ഇങ്ങനെ ഹദീസിൽ ഇബ്ദാൽ ചെയ്താൽ, ബല്ലിൽ ഇറാബി, അത് ഖറാബത്തിനെ ലാഹിറാക്കാൻ വേണ്ടിയിട്ടാണ്. മസലന ഉദാഹരണത്തിന് ഖറാബത്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്, ശർഈയായ ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ടല്ല. എന്നാൽ ഫുവ മിൻ അഖ്സാമിൽ മൗദൂഇ, അങ്ങനെ ഹദീസിൽ ഇബ്ദാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൗദൂഇന്റെ അഖ്സാമിൽ പെടുത്തുന്നതാണ്. വലോ വഖാ ഗലത്തൻ, ഇനി അത് പിഴവായിട്ടാണ് ആ ഇബ്ദാൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, ഗലത്തൻ നിലയ്ക്കാണ്, ഇംതിഹാനിന് വേണ്ടിയിട്ടല്ലോ അല്ല, എന്താണ് മനഃപൂർവ്വം അല്ല, അങ്ങനെ ഗലത്തൻ നിലക്കാണെങ്കിൽ ഫഹുവ മിനൽ മഖ്ലൂബി, അപ്പോൾ എന്താണ്, ഇത് മഖ്ലൂബിൽ പെട്ടതാണ്. അവിൽ മുഅല്ലലി, അപ്പം മഖ്ലൂബിന്റെ മാന അതിനകത്തുണ്ടെങ്കിൽ മഖ്ലൂബ്, അല്ലെങ്കിൽ മുഅല്ലലിന്റെ മാന ഉണ്ടെങ്കിൽ മുഅല്ലല്, അതിൽ പെട്ടതായിട്ട് കൂട്ടുന്നതാണ്. ഇനി അവിൻകാനത്തിൽ മുഖാലഫത്തു, അല്ലെങ്കിൽ ഇനി മുഖാലഫത്തായി ബി തഗ്യീരി ഹർഫിൻ ഔ ഹുറൂഫിൻ, ഒരറുഫോ ഒന്നിലധികം അറുഫോ, അത് ഹർഫുകളോ അക്ഷരങ്ങളോ തലഫുദിൽ എന്ത് ചെയ്തു, അങ്ങോട്ട് തഗ്യീറാക്കി ഭേദഗതി വരുത്തി. അങ്ങനെ തഗ്യീറാക്കൽ കൊണ്ടാണ് എന്ത് ചെയ്തു മുഖാലഫത്ത് ഉണ്ടായത്. ഏതോടുകൂടെ മാ ബഖാഇ സൂറത്തുൽ ഖത്തി, ആ ഖത്തിന്റെ സൂറത്ത് അങ്ങനെ ബാക്കിയാവുള്ളൂടെ സിയാഖ് എന്നാൽ ലഫ്ദിന്റെ സിയാഖിൽ എന്ത് ചെയ്തു, ഇങ്ങനെ ഹർഫുകൾ എന്ത് ചെയ്തു തഗ്യീറായി. അപ്പോൾ ഖത്തിന്റെ എഴുത്തിന്റെ രൂപം അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ ഹർഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്യീറായി. അങ്ങനെ ഉണ്ടായാൽ അതിപ്പോ ഇൻകാനദാരിക, അങ്ങനെ തഗ്യീറാകുന്നത് ബിൻ നിസ്ബത്തി നുഖത്തി, ഈ പുള്ളികളിലേക്ക്, അതിന്റെ കുത്തുകളിലേക്ക് ചേർത്തിട്ടാണെങ്കിൽ, അപ്പം പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഇതിനാണെങ്കിൽ, ആ നിലക്കാണ് തഗ്യീർ എങ്കിൽ ഫൽ മുസ്ഹഫു, അപ്പൊ അതിന് മുസ്ഹഫ് എന്ന പിന്നെ തിരിമറി നടത്തപ്പെട്ട പിന്നെ
ഹദീസ്, മുസ്ഹഫായ ഹദീസ്. വഇൻകാന ബിന്നിസ്ബത്തി ഇല ശക്കിലി, അതിന്റെ ശക്കിലിലേക്ക് നോക്കിയിട്ടാണെങ്കിൽ അപ്പൊ എന്താണ് അത് ഫ മുഹറഫുൻ, ആ മുഹറഫ് എന്നാണ്. അപ്പൊ മുസ്ഹഫ് മുഹറഫ് രണ്ടും ഏകദേശം ഒരേ മാനക്ക് തന്നെയാണ്. പക്ഷെ ഒന്ന് പിന്നെ ലഫ്ദിലുള്ള പുള്ളി, ആ പുള്ളിയിലേക്ക് നിസ്ബ ചെയ്യുമ്പോഴാണ് മുസ്ഹഫും. അതിന്റെ ശക്കിലിലേക്ക് നോക്കുമ്പോൾ എന്താണ് ശക്കിൽ എന്ന് പറഞ്ഞാൽ അറക്കത്ത് സുക്കൂനുകളൊക്കെ, പത്തനും കസറൊക്കെ മാറിപ്പോയി, അതിന്റെ സുക്കൂനുകളൊക്കെ മാറിപ്പോയി. എന്നാൽ അപ്പോൾ ശക്കിൽ മാറി. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ അതിന് മുഹറഫ് എന്നും പറയും. വ മഅരിഫത്തു ഹാദൻ നൗഇ, ഈ പറഞ്ഞ ഇനത്തെ അറിയല്, മുഹിമ്മത്തുൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖദ് സന്നഫ ഫീഹി, ഈ ആ വിഷയത്തിൽ ആ ഇനത്തിൽ എന്താണ് രചന നടത്തിയ അസ്കരിയും ഇമാം അസ്കരി റഹ്മഹുല്ലയും ദാറഖുത്നിയും വഗൈറുഹുമ, ദാറഖുത്നിയും അസ്കരിയും അതുപോലെ അവർ രണ്ടും അല്ലാത്തവരും ഖത്താബി അതുപോലെ ഇബ്നുൽ ജൗസി ഒക്കെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഇനി വ അക്സറുമ യഖഉ, ഇങ്ങനെ ഈ തശ്രീഫും അതുപോലെ തഹരീഫും അത് സംഭവിക്കുന്നത് പിന്നെ അധികവും ഫിൽ മുത്തൂനി, മത്തനുകളിലാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്. പിന്നെ വ ഖദ് യഖഉ, എന്നാൽ ചുരുക്കത്തിൽ സംഭവിക്കും ഫിൽ അസ്മാ ഇല്ലത്തി ഫിൽ അസാനീദി, സനദുകളിലുള്ളതായ റാവികളുടെ പേരുകളിലും എന്ത് ചെയ്യും ചുരുക്കമായിട്ട് അങ്ങനെ സംഭവിക്കും. കൂടുതലും ഈ പിന്നെ പുള്ളി മാറുന്നതും ഹർക്കത്തുകളൊക്കെ മാറുന്നത് ആയ ഈ തഹരീഫ് തസ്ഹീഫ് എവിടെയാണ് ഉണ്ടാകുക, മത്തിനിലാണ് ഉണ്ടാകുക. ഇനി വലാ യജൂസു ജായിസാവൂല തഅമ്മുദു തഗ്യീരി സൂറത്തിൽ മത്തിനി, മത്തിനിന്റെ സൂറത്തിനെ പകർത്തിയാക്കൽ, തഗീറാക്കൽ, ഭേദഗതി വരുത്തൽ എന്താകൂല, മനഃപൂർവ്വം ചെയ്യൽ ജായിസാവൂല. മുത്ലഖൻ, പിന്നെ അത് അറിഞ്ഞുകൊണ്ടായാലും പിന്നെ അറിവുള്ളവനായാലും അറിവില്ലാത്ത ആൾ, ആലിമായാലും ആലിമല്ലാത്ത, അതാ മുത്തലഖൻ. ശേഷം പറയും ഇല്ലാലി ആലിം എന്നുള്ളത് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഈ മുത്തലഖ് എന്ന് പറഞ്ഞാൽ ആലിമായാലും ആലിമല്ലാത്ത ആളായാലും മനഃപൂർവ്വം എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ മത്തിന്റെ സൂറത്ത് തഗീറാക്കൽ ജായിസാകൂല. വലൽ ഇഖ്തിസാറു മിൻഹു, അതുപോലെ മത്തിൽ നിന്ന് പിന്നെ അത് ചുരുക്കാനും പാടില്ല. എങ്ങനെ ബിൻ നഖ്സി, നഖ്സ് ഉണ്ട്, പിന്നെ തഗീറാക്കാൻ പാടില്ല. വല ഇബ്ദാലുൽ ലഫ്ദിൽ മുറാദിഫി, അതുപോലെ ഒരു മുറാദിഫായ ലഫ്ദിനെ പകരമാക്കാൻ പാടില്ല ബിൽ ലഫ്ദിൽ മുറാദിഫി ലഹു, അതിനോട് മുറാദിഫായ ലഫ്ദ് കൊണ്ട്. അപ്പം ഖഅദ എന്നുള്ളതിന് മുറാദിഫായിട്ട് ജലസ എന്നിങ്ങനെ പിന്നെ മുറാദിഫായ ലഫ്ദ് കൊണ്ടും പകരമാക്കാൻ പാടില്ല. പക്ഷെ ഇല്ലാലി ആലിമിൻ പിന്നെ ബി മദുലൂലാത്തിൽ അൽഫാദി, അൽഫാദിന്റെ മദുലൂലാത്തുകളെ കൊണ്ട് അറിയുന്ന ആലിമിനിക്കൊഴികെ, അതുപോലെ തന്നെ വബിമാ യുഹീലുൽ മആനിയ, മആനിയെ എന്താണ് പിന്നെ പകർച്ചയാക്കുന്ന, ആശയത്തെ പകർച്ചയാക്കുന്ന കാര്യങ്ങൾ കൊണ്ടും പിന്നെ അറിയുന്ന ആലിമിനൊഴികെ അല സഹീഹ്, അത് സഹീഹ് പ്രകാരം അങ്ങനൊക്കെ ആലിമിനാണെങ്കിൽ അപ്പൊ തയ്യീർ പറ്റാം. നേരത്തെ നമ്മൾ പറഞ്ഞ മുത്തലഖൻ പറ്റൂല എന്ന് പറഞ്ഞത്, ആലിമായാലും ആലിമല്ലാത്തായാലും. എന്നാൽ സഹീഹായ അഭിപ്രായം അനുസരിച്ച് ഫിൽ മസ്അലത്തൈനി ഉണ്ടോ, ഈ രണ്ട് മസ്അലയിലുമുള്ള സഹീഹായ അഭിപ്രായം അനുസരിച്ച് ആലിമിനിക്കാണെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ഇബ്ദാല് ചെയ്യല് മനഃപൂർവ്വം തഗീറാക്കൽ ജായിസാണെന്നാണ്. ഇനി ഇഖ്തിസാറുൽ ഹദീസ് അവിടെ ആയിക്കോട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്.